ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ കോടികളുടെ ക്രമക്കേട് നടത്തിയ സംസ്ഥാന സർക്കാരിനെതിരെ നാമജപ പ്രതിഷേധവുമായി കേരള ക്ഷേത്ര സംരക്ഷണ സമിതി. നാമജപ പ്രതിഷേധം ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സന്ദീപ് തമ്പാനൂർ ഉദ്ഘാടനം ചെയ്തു. MS വീണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അയ്യപ്പ ഭക്തരുടെ കണ്ണിൽ പൊടിയിടുവാൻ സംസ്ഥാന സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമം. ആ അയ്യപ്പ സംഗമത്തിൽ കോടികളുടെ വൻ തട്ടിപ്പാണ് നടത്തിയെന്നുള്ള ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും ഒപ്പം തന്നെ നാമജപ പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സന്ദീപ് തമ്പാനൂർ ചേരുകയാണ്. ഇത്തരത്തിൽ ഭക്തരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തിയത് തീർത്തും സർക്കാരിൻ്റെ മുഖംമൂടി അഴിച്ചു വീരുന്ന തരത്തിലുള്ള ഒരു കൊള്ള അത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ പൊതുസമൂഹത്തെ വിഡ്ഢികളാക്കുന്ന, അയ്യപ്പ ഭക്തന്മാരെ വിഡ്ഢികളാക്കുന്ന കണക്കാണ് ഇപ്പോൾ സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. പുറത്തു വന്ന കണക്കനുസരിച്ചിട്ടാണെങ്കിൽ ഇല്ലാത്ത നന്ദഗോവിന്ദം ഭജൻസ് അവിടെ ഭജന നടത്തിയെന്ന് വൗച്ചർ മാറ്റിയെങ്കിൽ, വൗച്ചർ എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആരെയാണ് വിഡ്ഢികളാക്കുന്നത്? ഇവിടെ എൻ്റെ രക്തവും വിയർപ്പും ഒക്കെ മാറ്റിക്കൊണ്ട് ഞാൻ കാണിക്ക അർപ്പിക്കുന്ന പണത്തിൽ നിന്ന് ഇത്തരം നടക്കാത്ത പരിപാടികൾക്ക് വേണ്ടി പൈസ എഴുതി മാറ്റുക എന്ന് പറഞ്ഞാൽ ഇത് ജനാധിപത്യ സമൂഹത്തിന് എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്? ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഇത്തരം കണക്കുകൾ ഈ സർക്കാർ അടിയന്തിരമായി ഇക്കാര്യത്തിൽ അന്വേഷണം ഏർപ്പെടുത്തണം. ഇത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതാണ്. ഈ പൈസ എന്ന് പറയുന്നത് ഇവിടുത്തെ പാവപ്പെട്ടവർ അവരെ അയ്യപ്പന് വേണ്ടി കാണിക്ക അർപ്പിക്കുന്ന പണം ഇവർക്ക് ഇത്തരത്തിൽ ദൂർത്തടിക്കുവാനുള്ള സാഹചര്യം എങ്ങനെയാണ് ഇവർക്ക് തോന്നിയത്? അത് നന്ദഗോവിന്ദ ഭജൻസ് അല്ല, മുഖ്യമന്ത്രിക്ക് കിടക്കാനുള്ള കട്ടിലിന് വേണ്ടി 2 ലക്ഷം രൂപ, ഒരു ദിവസം മുഖ്യമന്ത്രിക്ക് ഉറങ്ങാൻ 2 ലക്ഷം രൂപയുടെ കണക്ക് കാണിക്കുന്ന ഇവിടുത്തെ ദേവസ്വം ബോർഡ് അധികാരികൾ ഇവരാരെയാണ്? ഇക്കാര്യങ്ങൾ വളരെ മുന്നേ തന്നെ ഹൈന്ദവ സംഘടനകളെല്ലാം പറഞ്ഞതാണ്. ഇപ്പോൾ നേരത്തെ 5 കോടി രൂപ എന്നാണ് പറഞ്ഞതെങ്കിൽ ഇപ്പോൾ വന്ന കണക്കനുസരിച്ച് 10.99 കോടി രൂപ, അതായത് 11 കോടി രൂപ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന് വേണ്ടി ചെലവാക്കിയെന്നാണ് ചില മാധ്യമങ്ങളിലൂടെ അറിയുവാൻ സാധിച്ചത്. അത്തരത്തിൽ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഇത്രയും ധൂർത്തും അഴിമതിയും സ്വജനപക്ഷപാതവും നടത്തുവാൻ വേണ്ടിയിട്ടാണ് എന്ന് ഹൈന്ദവ സംഘടനകൾ മുൻകൂട്ടി ആരോപിച്ചത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം കേരളത്തിലുടനീളമുണ്ടാകും. നേരത്തെ തന്നെ ഹൈന്ദവ സംഘടനകളെല്ലാം ആവശ്യപ്പെട്ടിരുന്നു. ഇവിടുത്തെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച്, ഇവിടുത്തെ CBIയെക്കുറിച്ച്, ഒരു ദേശീയ ഏജൻസിയെ കൊണ്ട് CBIയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ഹൈന്ദവ സംഘടനകൾ ആവശ്യപ്പെട്ടുവെങ്കിൽ ആ അന്വേഷണത്തിൽ ഇവിടുത്തെ ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൻ്റെ വരവ് ചിലവ് കണക്കുകൾ കൂടി ഉൾപ്പെടുത്തണമെന്നുള്ളതാണ് ഇപ്പോൾ ഹൈന്ദവ സംഘടനകൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ, ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുമെന്നുള്ളതാണ് ഇക്കാര്യത്തിൽ പറയുവാനുള്ളത്. തീർച്ചയായും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഹിന്ദു ഐക്യവേദിയുടെ ഒപ്പം തന്നെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെയും തീരുമാനം. ദേവസ്വം മന്ത്രി രാജിവെക്കുക, ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ശക്തമായ പ്രതിഷേധങ്ങൾക്ക് തന്നെയാകും കേരളക്കര സാക്ഷ്യം വഹിക്കുക.